ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും രാധാ സോമലി കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ പത്രമാറ്റിൻ്റെ ഇന്നത്തെ കഥ ഇന്ന് 6/1/25 കഥ. അതായത് അപ്പോൾ നമ്മൾ ഇന്നലെ കണ്ടത് അനാമികയും നവ്യയും കൂടെ സ്റ്റണ്ടാണല്ലോ. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, നീ എൻ്റെ അനിയത്തിനെ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, എൻ്റെ അനിയത്തിനെ ഒന്നും പറയരുത്. പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ കണ്ണാടി നോക്കുമ്പോൾ നിൻ്റെ മോന്തേനെ ഷേപ്പ് മാറിയിരിക്കുന്നത് കാണും എന്ന് പറയും. അപ്പോൾ അനാമിക പറയും, എന്താടി നിനക്ക് എന്നെ തല്ലണം, അന്ന് തല്ലടി അറിയുമ്പോൾ നവ്യ പല്ലി അടിച്ചിട്ട് പോയി തരത്ത് കളിക്കേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് ഒരൊറ്റ പോകാണ്ട് പോകും. അപ്പോൾ അനാമിക അങ്ങനെ കുന്തം വിഴുങ്ങിയ പോലെ നിൽക്കുകയാണ്. കാരണം അനാമിക്ക് പിന്നെ ഒന്നും പറയാനില്ല. അവിടുന്ന് പിന്നെ കാണിക്കേണ്ടത് നമ്മളുടെ കനക ജോത്സ്യനെ കാണാൻ പോയിരിക്കുകയാണേ. അപ്പോൾ കവടിയൊക്കെ നിരത്തി ജോത്സ്യൻ പറയുകയാണ്, അപ്പോൾ മൂത്ത മോളുടെ ദാമ്പത്യം വലിയ സുഖത്തിലല്ല അല്ലേ, അതങ്ങനെ പോവും, തട്ടിമുട്ടി അങ്ങനെയൊക്കെ പോവും. പിന്നെ രണ്ടാമത്തെ പോൾക്ക് പിന്നെ സുഖമാണ്, അത് ചേരേണ്ട ജാതകങ്ങൾ തന്നെയാണ് ചേർന്നിരിക്കുന്നത്. അത് വലിയ പിന്നെ സുഖകരമായ ദാമ്പത്യമായിരിക്കും. അവരുടെ മക്കളും കുട്ടികളും ഒക്കെ ആയിട്ട് അങ്ങനെ സന്തോഷമായിട്ട് ഒരുപാട് കാലം ജീവിക്കും. പിന്നെ മൂന്നാമത്തവളുടെ ആണല്ലോ ഇപ്പോൾ നമ്മൾ നോക്കാൻ വേണ്ടി ഇരുന്നത്. അപ്പോൾ അത് ഒന്ന് നോക്കാമെന്ന് പറയുമ്പോൾ, പക്ഷെ അതിൽ കാണുന്നത് ആ കുട്ടിക്ക് എന്താണ് ഒരു ഇഷ്ടം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയും. അങ്ങനെയല്ലല്ലോ, ഒരു പ്രേമബന്ധം കാണുന്നുണ്ട് അറിയുമ്പോൾ ഉണ്ടായിരുന്നു, ഇപ്പം അതില്ല തിരുമേനി എന്ന് പറയും. അപ്പോൾ പക്ഷേ ഇതിൽ കാണിക്കുന്നത് ആ കുട്ടിയുടെ അയാൾ തന്നെയാണ് മോളെ കല്യാണം കഴിക്കുന്നതാണല്ലോ കാണിക്കുന്നത് എന്ന് പറയുമ്പോൾ, അയ്യോ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, കാരണം ആ പയ്യൻ്റെ കല്യാണം കഴിഞ്ഞു എന്ന് പറയും. അതെന്താ അത് എന്ന് പറഞ്ഞാൽ അയാൾ പിന്നെയും നോക്കുകയാണ്, കവടി നിരത്തി നോക്കുമ്പോൾ അല്ലല്ല ഈ കല്യാണം തന്നെ നടക്കുള്ളൂ, ഇതായിരുന്നു നടക്കേണ്ടത്. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ എന്താ വെച്ചാൽ ഒരു വർഷത്തിനുള്ളിൽ ഈ പയ്യൻ തന്നെ ഈ മോളടുത്തേക്ക് കറങ്ങി തിരിഞ്ഞ് ഇങ്ങോട്ട് തന്നെ എത്തും. അതാണ് കാണിക്കുന്നത്. ദൈവം കൂട്ടിവെക്കുന്നതല്ലേ, മനുഷ്യരായിട്ട് പിരിക്കാൻ പറ്റില്ലല്ലോ, അവരുടെ തമ്മിലുള്ള കല്യാണമായിരുന്നു നടക്കേണ്ടിയിരുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഇയാൾ പറയും, അയ്യോ അതാകെ പ്രശ്നമാവുമല്ലോ എന്ന് പറയും. ഒന്നുമില്ല, നിങ്ങളൊന്നുകൊണ്ടും വിഷമിക്കേണ്ട, അത് നല്ലത് തന്നെ ആവും എന്നൊക്കെ അങ്ങനെ പറയുകയാണ്. അങ്ങനെ ദക്ഷിണ കൊടുത്തിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ വിഷമമായോ എന്ന് നോക്കുമ്പോൾ എന്ന് പറയും. ശരി പറഞ്ഞിട്ട് അവിടുന്ന് അങ്ങനെ കനക പോവും കേട്ടോ, പാവം. അപ്പോൾ അതിന് പിന്നെ കാണുന്നത് എന്താണ്, ഇവിടെ അനാമികയുടെ അച്ഛനമ്മയും ഭയങ്കര ഇതാണ്. അപ്പോൾ പറയും, എന്താ ഇങ്ങനെ പോയാൽ എന്താ ചെയ്യുക എന്ന് നോക്കിയാണ് രേവതി. അപ്പോൾ വേണു നോക്കിയാൽ എന്താണ് പ്രശ്നം, ഒന്നുമല്ല, അതെ ആ കിളവനും കിളവിയും കൂടി അവൾക്ക് കൊണ്ടുപോയി കൊടുത്തിരിക്കുകയാണ്, അമൂല്യമായ സ്വർണം മുഴുവൻ കൊണ്ടുപോയി കൊടുത്തിരിക്കുക. കിളവൻ ഓരോ ഫംഗ്ഷനും വേണ്ടിയിട്ട് കിളവിക്ക് വാങ്ങി കൊടുക്കുന്ന സ്വർണ്ണം അങ്ങനെ മാറ്റി വെച്ചിരിക്കുന്നതാണ്. കുറച്ചൊന്നല്ല കൊണ്ടു കൊടുത്തത് അറിയും. എന്തൊരു കഷ്ടമല്ലേ, എന്താ ഇവർക്കൊന്നും ബുദ്ധിയില്ലേ, എന്താ ഇവർ ഈ കാണിക്കുന്നത് എന്നൊക്കെ പറയുകയാണ് വേണു. അതിൽ പറയും, അല്ലെങ്കിൽ ഞാൻ നിൻ്റെ മോളെ തന്നെ കുറ്റം പറയുള്ളൂ, എങ്ങനെയെങ്കിലും അവിടെ സ്നേഹിച്ച് പിടിച്ച് നിൽക്കാൻ പറയുമ്പോൾ നിൻ്റെ മോളെ അനുസരിക്കില്ല, പിന്നെ നിൻ്റെ മോളെ തന്നെ ഞാൻ കുറ്റം പറയുള്ളൂ എന്ന് പറയും. അപ്പോൾ പറയും, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്താ കാര്യം, ആ കിളവൻ മരിക്കണം എന്നങ്ങനെ അയാൾ മരിക്കണം തന്നെയാണ് ഈ പറയുന്നത് കേട്ടോ. അപ്പോൾ പറയും, പക്ഷെ മരിച്ചിട്ടും കാര്യമൊന്നുമില്ല, അവിടെ പിന്നെ ആദർശാണ് കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. ആദർശിൻ്റെ അച്ഛനും ഇളയച്ഛനൊക്കെ കൂടിയാണ് തീരുമാനിക്കുന്നത്. മൂർത്തി സാർക്ക് എവിടേക്കൊക്കെ സ്വത്തുണ്ട് എന്നുള്ളത് കറക്റ്റ് വിവരം അവർക്ക് അറിയുള്ളൂ, പിന്നെ അവർ പറയും പോലെയാണ് കാര്യങ്ങൾ എന്ന് പറയും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഡിസ്കഷൻ. അപ്പോൾ കോടതിയൊക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് എന്തെങ്കിലും ചെയ്തു, ഇപ്പോൾ നമ്മൾ പുറത്ത് നിൽക്കുന്നവരല്ലേ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നോക്കിക്കോ, അധികം വൈകാതെ തന്നെ നമ്മളെ മോൾ അവിടുന്ന് പോരുമ്പോൾ നമ്മളെല്ലാ പ്ലാനും മുടങ്ങുള്ളൂ. പിന്നെ അതല്ല, അവിടുന്ന് വല്ലതും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇവളെ കെട്ടിക്കാം എന്നുള്ള ഉദ്ദേശമാണ് അവർക്ക്. അപ്പോൾ പറയും, ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അനിയുടെ മനസ്സിൽ പോലും അവൾക്ക് സ്ഥാനം ഉണ്ടാവില്ല, അവർ തമ്മിലൊരു നല്ലൊരു ദാമ്പത്യം പോലും ഇല്ല എന്നാണ് പറയുന്നതെന്നൊക്കെ രേവതി പറയും. അപ്പോൾ പറയും, പിന്നെ അനിയുടെ മനസ്സിലിപ്പോൾ ആ പെണ്ണാണ്, നന്ദുവാണ് എന്ന് പറയുകയാണ്. അപ്പോൾ അതിന് നമ്മളെ മോളെ കൊള്ളാഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു രണ്ടുപേരും ചർച്ച കൊണ്ടിരിക്കുക. അപ്പോൾ പറയാം, അതിനിപ്പോൾ ഒരൊറ്റ കാര്യമുള്ളൂ, അവിടുത്തെ ആണുങ്ങൾ തമ്മിൽ തെറ്റിക്കണം. കാരണം എല്ലാവരും നയനേൻ്റെ കുടുംബത്തിനോടാണ് താല്പര്യം എല്ലാവർക്കും, അത് എന്തുകൊണ്ടാണെന്ന് ഇവർക്കിട്ട് മനസ്സിലാവുന്നില്ല. അപ്പോൾ ആണുങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ വല്ല വഴിയുണ്ടോ എന്നാണ് ഇപ്പോൾ അടുത്ത ചിന്ത. അങ്ങനെ അവർ തമ്മിൽ അങ്ങനെ ചർച്ചയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോണു. പിന്നെ കാണുന്നത് നമ്മളെ കനക വന്നിട്ട് മറ്റേ നയനോട് ഇങ്ങനെ പറയുകയാണ്, മോളെ പിന്നെ ജോത്സ്യൻ ഇങ്ങനെ പറഞ്ഞത് അനിയനെയാണ്, നീ നമ്മുടെ നന്ദുവിനെ
കല്യാണം കഴിക്കുക, കറങ്ങി തിരിച്ച് അനിയനെയാണ് ഇനിയും നന്ദുവിൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത് എന്ന് പറയും. അപ്പോൾ അതൊക്കെ നന്ദു പറകിൽ നിന്ന് കേൾക്കുന്നത്, അത് അവർ കാണണില്ല. അപ്പോൾ അമ്മ അത് ശരിയാവില്ല, ഇപ്പോഴും അനിയും അനാമികയും തമ്മിൽ നല്ല അടിയും വഴക്കമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവന് കിട്ടേണ്ട പെണ്ണേ അല്ല, പക്ഷെ നമ്മുടെ അടുത്തും തെറ്റുണ്ടായി അമ്മേ എന്ന് പറയും. പിന്നെ 3 മരുമക്കളും കൂടി ഒരു വീട്ടിൽ നിന്ന് ചെല്ലുമ്പോൾ അതൊരു വലിയ പ്രശ്നമാവില്ലെന്ന് വെച്ചിട്ടാണ് നമ്മൾ മാറി നിന്നത്. ഇനി എന്തായാലും അവർക്ക് അങ്ങനെ ഒരു ചാൻസ് കൊടുക്കരുത്. അതായത് നന്ദുവിനും എനിക്കും ഇനിയും കണ്ടുമുട്ടാനും ഇഷ്ടപ്പെടാനും ഉള്ളൊരു ചാൻസ് നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കരുത്. എങ്ങനെയെങ്കിലും അനിയുടെ ദാമ്പത്യം നന്നായി പോട്ടെ എന്നിങ്ങനെ പറയും. അപ്പോൾ അതാണ് ആദർശേട്ടനും അച്ഛനും ചെറിയച്ഛനൊക്കെ പറയുന്നത് എന്ന് പറയും. പക്ഷെ നമുക്കിത് ചെയ്യാൻ പറ്റും മോളെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണേ. അവളാണെങ്കിൽ കല്യാണത്തിന് സമ്മതിക്കണമില്ല എന്നൊക്കെ പറയും. അങ്ങനെ അവരിങ്ങനെ ചർച്ച ചെയ്ത് നോക്കുമ്പോൾ നന്ദു എല്ലാം കേട്ടിട്ട് അങ്ങനെ നടന്ന് പോകട്ടോ. അവൾക്ക് വലിയ വിഷമം പോലെ തോന്നും. അവളിങ്ങനെ ആലോചിക്കും, അനീനെ കണ്ടുമുട്ടിയ നിമിഷങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോഴേക്കും കനക ഇറങ്ങി വരും. അപ്പോൾ കനക വരുമ്പോൾ ആദ്യം ഒന്ന് ഞെട്ടും, ദൈവമേ ഞങ്ങൾ പറഞ്ഞ ഇവൾ കേട്ടോ എന്നുള്ളതിൽ എന്നിട്ട് ഇങ്ങനെ നോക്കും. അപ്പോൾ പറയും, മോളെ എവിടെയായിരുന്നു എന്ന് ചോദിക്കും. അമ്മ എവിടെയായിരുന്നു? അപ്പോൾ ഞാൻ ഇങ്ങനെ പോയിരുന്നു, ഞാൻ അടുത്ത വീട്ടിൽ പോയതാണ് അമ്മേ എന്നൊക്കെ പറയും. അപ്പോൾ പറയും, മോളെ പിന്നെ മോൾക്കൊരു ആലോചനയ്ക്ക് ശരി നോക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കല്യാണമൊന്നും വേണ്ട എന്ന് പറയും. നീ മോള് കല്യാണവും വേണ്ട, ജോലിക്കും പോകണം, പിന്നെ എന്താ നിൻ്റെ ഭാവി പരിപാടി അറിയും? ഞാനിങ്ങനെ നിന്നോട്ടമ്മേ, എനിക്കിപ്പോൾ കല്യാണമൊന്നും ആലോചിക്കേണ്ട, ഞാൻ വല്ല ജോലിയും ശരിയാക്കണം, ഞാൻ എൻ്റെ സ്വന്തം കാലിൽ നിൽക്കാൻ നോക്കട്ടെ, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അങ്ങനെ അവിടുന്ന് പിന്നെ അവരിങ്ങനെ അമ്മയും മകളും കൂടെ ഇതാവും. അപ്പോൾ അവൾ ഇത്തിരി മുഷിഞ്ഞ് തന്നെ സംസാരിക്കുന്നത്. കാരണം പിന്നെ അവളുടെ മനസ്സിൽ ഇപ്പോഴും അനിയൻ തന്നെയാണ്. അത് ആദ്യത്തെ പ്രണയമായതുകൊണ്ടായിരിക്കാം, അങ്ങനെ തന്നെയാണ് അവളുടെ മനസ്സിലായാലും. അങ്ങനെ അവിടുന്ന് ഇങ്ങനെ പറയും. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മളുടെ അനി അവിടെ അനന്തപുരിയിൽ അങ്ങനെ ഇരിക്കുകയാണ്, ഉമ്മർത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ആദർശം അങ്ങോട്ട് വരികയാണ്. എടാ നിനക്ക് 2-3 ബ്രാഞ്ച് ഏൽപ്പിച്ചിട്ട് നീ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നല്ലോ കേട്ടത്, നീ എന്താ ഇങ്ങനെ, നിനക്ക് അവിടെ പോയി കാര്യങ്ങളൊക്കെ അന്വേഷിച്ചൂടെ? നമ്മൾ ചെന്നില്ലെങ്കിലും കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ പ്രാപ്തിയുള്ള ആൾക്കാർ തന്നെയാണ് അവിടെ എന്നറിയാം. എന്നാലും അങ്ങനെയല്ലേ, നമ്മുടെ അടുത്തുനിന്ന് ഒരു അന്വേഷണം വേണ്ടതെന്ന് അറിയും. ഏട്ടാ ഞാൻ പോയേട്ടാന്നറിയാം. അപ്പോൾ പറയും, ഏട്ടനെ എങ്ങോട്ടാ പറയുമ്പോൾ, ഇല്ല ഞാൻ നയനയുടെ അടുത്ത് പോയിട്ടേ പോകണുള്ളൂ എന്നറിയാം. ഞാനും ഉണ്ട് അടുത്തേ കാണാമെന്ന് പറയുമ്പോൾ, നീ എന്തിനാടാ എപ്പോഴും അങ്ങോട്ട് വരുന്നത്? അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ മുകളിലൊരു പ്രശ്നം വേണ്ട. അപ്പോൾ പറയും, അല്ലെങ്കിൽ എന്നാ പ്രശ്നമില്ലാത്തത്, എല്ലാവരോടും ഇപ്പോൾ വല്യമ്മ ഏട്ടനെയും എടുത്തിയും ഒരുമിച്ച് ഒരു റൂം കിടക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ് എടുത്തി അങ്ങോട്ട് വിട്ടത്. അപ്പോൾ പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമല്ല, അവൾക്ക് അങ്ങനെ ആരും ഒരു ഇതും വെച്ചിട്ടില്ല എന്നറിയാം. അവൾ റൂമിൽ ഇല്ലാതിരിക്കുന്നതാണ് എനിക്ക് സമാധാനം. കുറച്ച് ദിവസം അവളെ വീട്ടിൽ പോയിരുന്നപ്പോൾ എനിക്കൊരു ആശ്വാസം ഉണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും തുടങ്ങി. അപ്പോൾ പറയും, നീ കുറച്ചൊക്കെ അവളെ സ്നേഹിക്കുമെന്ന് പറയുമ്പോൾ, ഇല്ല ഏട്ടാ അവളെൻ്റെ പിന്നാലെ നടന്ന് എന്നെ വലയെ വീട്ടിയതാണ് എന്നൊക്കെ പറയും. അപ്പോൾ പിന്നെ പറയും, ഇനിയിപ്പോൾ എന്താ പറഞ്ഞിട്ട് കാര്യമില്ല മോനെ, നീ അതൊന്ന് ശ്രദ്ധിക്കുക, അവൾ കുറച്ച് ഇതില്ലാത്ത കുട്ടിയല്ലേ എന്നൊക്കെ അങ്ങനെ ഇവരൊക്കെ നല്ല തന്നെ പറഞ്ഞു കൊടുക്കണം. പറയും, വേണ്ട ഏട്ടാ നമുക്ക് പോകാമെന്ന് പറയും. അങ്ങനെ ആദർശം അനിയും കൂടെ പിന്നെ ഇവിടേക്ക് വരികയാണ്, നയനയുടെ വീട്ടിലേക്ക് വരികയാണേ. അപ്പോൾ കാറിന് ഹോൺ അടിക്കുമ്പോൾ നന്ദുങ്ങനെ നോക്കുമ്പോൾ പറയും, ഏട്ടാ ആദർശേട്ടനാണ് അച്ഛാ എന്ന് പറയും. അപ്പോൾ രണ്ടാളും കൂടെ കയറി ചെല്ലുമ്പോൾ അനി ഇങ്ങനെ നോക്കും നന്ദുവിനെ കേട്ടോ. അപ്പോൾ അവരുടെ ആ നോട്ടം കൂടി നല്ല രസമാണ് കേട്ടോ, നമുക്ക് കാണാൻ നല്ലൊരു ഫീലുണ്ട്. അപ്പോൾ അങ്ങനെ വർത്തമാനം പറഞ്ഞ് ഇരിക്കും. ആ മോനെ ഇരിക്കുക എന്ന് പറയുമ്പോൾ ആദർശം ഇരിക്കും. അപ്പോൾ അനി അവിടെ അങ്ങനെ നിൽക്കും. അപ്പോൾ മോനും ഇരിക്കുക എന്ന് പറയുമ്പോൾ അനി അവിടെ പോയിരിക്കും കേട്ടോ. അതിനിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ അച്ഛൻ ഇപ്പോഴും എന്നോട് ദേഷ്യം ഉണ്ട് വയ്ക്കുമ്പോൾ, ഇല്ല മോനെ അത് പിന്നെ മോളെ ഇങ്ങനെ, അത് എൻ്റെ പ്രാണനാണ് എൻ്റെ മോള്, അവളെങ്ങനെ പെട്ടെന്ന് ആംബുലൻസിലൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇറക്കുമ്പോൾ ആർക്കായാലും ഉണ്ടാവില്ല. അപ്പോൾ എൻ്റെ നിയന്ത്രണം വിട്ടുപോയത്, എനിക്കിപ്പോൾ വിവരങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ എനിക്ക് പ്രശ്നമൊന്നുമില്ല മോനെ എന്ന് പറയുന്നതിൽ അമ്മയെ സഹായിക്കാൻ പറ്റിയല്ലോ എന്നുള്ള അവരുടെ നല്ല മനസ്സ് കേട്ടോ. അങ്ങനെ അവർ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നീ എന്താ നന്ദു ഇങ്ങനെ നിൽക്കണം, നിനക്ക് ജോലിക്ക് പോയിക്കൂടെ, നമ്മുടെ ബ്രാഞ്ചിലേക്ക് പോയിക്കൂടെ, പിന്നെ ഞാനവിടെ ആക്കാം. ഇനിയിപ്പോൾ നയന എന്തായാലും ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കൊണ്ടുപോകും നയനെ ഓഫീസിലേക്ക്. അപ്പോൾ നിങ്ങൾ ചേച്ചിക്ക് അനിയത്തിക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാമല്ലോ എന്നറിയാം. അപ്പോൾ പിന്നെ ഗോവിന്ദൻ പറയുക, അത് വേണ്ട മോനെ, ഇനിയിപ്പോൾ അതിൻ്റെ മുകളിലൊരു പിന്നെ വിവാദം ഉണ്ടാവണ്ട, അത് വേണ്ട എന്നറിയും. അനി അവിടെ അല്ല, അനിക്ക് വേറെ 3 ബ്രാഞ്ചല്ല, അനി അങ്ങോട്ട് പോകും, പിന്നെന്താ എന്ന് ചോദിക്കും. അല്ല അത് വേണ്ട എന്ന് പറയും. അപ്പോൾ ശരി എന്നാൽ വേറെ ഏതെങ്കിലും നോക്കുകയാണെങ്കിൽ നോക്ക്, നിന്നെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ അവളിങ്ങനെ ചിരിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ശരി എന്നാൽ ഞാൻ നയനേന്ന് കണ്ടിട്ട് വരാറുണ്ട്. അവർ രണ്ടുപേരും കൂടെ അങ്ങനെ നയനേൻ്റെ റൂമിലേക്ക് പോവുകയാണ്, പിന്നെ ആദർശം അനിയും കൂടെ. അപ്പോൾ ഗോവിന്ദൻ ചോദിക്കുകയാണ് നന്ദുവിനോട്, മോളെ നോക്കണോ
ആദർശ് പറഞ്ഞ പോലെ മോൾക്ക് പോകണമെന്ന് പറയുമ്പോൾ വേണ്ട അച്ഛാ അതൊന്നും ശരിയല്ല. അച്ഛൻ പറഞ്ഞ പോലെ അതൊരു വിവാദമാവുള്ളൂ, എന്തിനാണ് നമ്മൾ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കുന്നത്, അത് വേണ്ട അച്ഛാ ഞാൻ വേറെ വല്ലതും നോക്കാം എന്ന് പറയും. അങ്ങനെ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവരെ കാണുമ്പോൾ അവൾ നീച്ചിരിക്കും. അപ്പോൾ എന്താ അനി എന്താ വിശേഷം നോക്കുമ്പോൾ നല്ല വിശേഷം എന്നൊക്കെ അങ്ങനെ പറയും. അപ്പോൾ ഞാൻ ഓഫീസിലേക്ക് പോയി ഇറങ്ങുമ്പോൾ അവനും കൂടെ പോരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ കൊണ്ട് പോകുന്നതാണ് എന്ന് പറയും. അപ്പോഴും ചർച്ച പക്ഷേ ഇവരിങ്ങനെ പണിക്കരെടുത്ത് പോയതോ പിന്നെ ജാതകം നോക്കിയതോ ആ കാര്യങ്ങളൊന്നും ഇവർ തമ്മിൽ പറയുന്നില്ല കേട്ടോ. അപ്പോൾ വർത്തമാനങ്ങളൊക്കെ പറയുമ്പോൾ പറയും അനി ഇങ്ങനെ പോയാൽ ശരിയാവില്ല, നീ അനാമികയായിട്ട് സ്നേഹമായിട്ട് തന്നെ പോകണം മോനെ എന്നൊക്കെ പറയും. അപ്പോൾ എങ്ങനെ എടുത്തി എന്നറിയും. അപ്പോൾ പറയും നീ തന്നെയല്ലേ അതിന് ഇതാക്കിയത്, നിനക്കൊരു കവിത എഴുതി കവിതയെ സ്നേഹിച്ച പെൺകുട്ടിയല്ലേ അവൾ വെറുതെയാണ് അവൾ ഓരോ കാര്യങ്ങളും പോയിട്ട് അനന്തപുരിയിൽ ഇടിച്ച് കയറാൻ വേണ്ടിയിട്ടുള്ള പരിപാടി തന്നെയായിരുന്നു. പക്ഷെ നീ എന്തിനാണ് അന്ന് അവൾ ആ ലെറ്റർ അയച്ചിട്ട് നീയല്ലേ അവളുടെ പിറകെ പോയത്, അപ്പോൾ നീയല്ലേ അതിൻ്റെ ഉത്തരവാദി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ അപ്പോൾ അനി പറയും അതൊന്നല്ല ഏടത്തി കാര്യങ്ങൾ, അവളും അവളുടെ അച്ഛനും അമ്മയും ശരിക്കും ഫ്രോഡുകളാണ്. എനിക്ക് തന്നില്ല ഒരു കാറ്, ആ കാറ് ഇനിയിപ്പോൾ ഉണ്ടോയെന്ന് പോലും എനിക്കറിയാം, അത് ഇനിയിപ്പോൾ അത് വിറ്റോ അതോ അത് വേറെ വല്ല ഉടായിപ്പാണോ എന്നൊക്കെ അറിയില്ല. അപ്പോൾ എന്തെങ്കിലും ആവട്ടെ, നമുക്ക് ഇതിനപ്പോൾ കാറൊക്കെ അതൊന്നും നമുക്ക് വേണ്ട മോനെ, എന്നാലും അവരെ ഇതാക്കരുത് നിൻ്റെ ജീവിതത്തിൽ. കാരണം ആരായാലും ഇനിയിപ്പോൾ ഞാനാണെങ്കിലും ആദർശേട്ടൻ അമിതമായിട്ടൊരു പെൺകുട്ടിയോട് അടുക്കുമ്പോൾ എനിക്കായാലും ദേഷ്യം വരില്ലേ, അത്രയേ ഉള്ളൂ, അവളൊരു കൊച്ചുകുട്ടിയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് നയന. അപ്പോൾ എന്തൊക്കെ പറഞ്ഞിട്ടും അനി സമ്മതിച്ചു കൊടുക്കില്ല. കാരണം എനിക്ക് അത്രയും അടുത്തിരിക്കുക, ഒന്ന് മാറി കിട്ടിയാൽ മതി, അവൾ ലൈഫിൽ നിന്നേ പോയി കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് അവനിരിക്കേണ്ടത്. അങ്ങനെ ശരിയായിട്ടാ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കും, ഞാൻ അങ്ങോട്ട് പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങനെ പാവം പുറത്തേക്ക് ഇറങ്ങി പോവുകയും ചെയ്യും. അപ്പോൾ ആദർശും നയനയും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക, പറയൂടെ എന്തൊക്കെയുണ്ട് വർത്തമാനങ്ങൾ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അപ്പോഴേക്കും പിന്നെ നമ്മുടെ അനി പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോഴേക്കും നന്ദുവാണ് എതിരെ വരുന്നു. അപ്പോൾ രണ്ടാളും കൂടെ ഇങ്ങനെ മുഖം നോക്കി ഇങ്ങനെ നിൽക്കും. പിന്നെ പോയിട്ട് മുഖത്തോട് നോക്കി ഇങ്ങനെ നോക്കിക്കുമ്പോൾ പിന്നെ എനിക്ക് ചായ എടുക്കട്ടെ ചോദിക്കുകയാണേ. അപ്പോൾ പറയും വേണ്ട ഞാൻ കുടിച്ചിട്ടാണ് വന്നേറി, എന്നാൽ ശരിയെന്ന് പറഞ്ഞിട്ട് അവനങ്ങനെ മുൻപോട്ട് പോവുകയാണ്. അവൾ നമ്മളെ നന്ദു ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകുമ്പോൾ പെട്ടെന്ന് രണ്ടോളും ഇങ്ങനെ തിരിഞ്ഞ് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വളരെ സങ്കടത്തോടു കൂടിയാണ് രണ്ടാളും. അപ്പോൾ നമ്മുടെ ജോത്സ്യൻ പറഞ്ഞ പോലെ രണ്ടാൾക്കും ഒരുമിക്കാനുള്ള ഒരു അവസരം ഭഗവാനായിട്ട് ഒരുക്കി കൊടുക്കട്ടെ സീരിയലിൽ കേട്ടോ. അപ്പോൾ എല്ലാവരും ഇന്നത്തെ നമ്മളുടെ പത്രമാറ്റ് സ്കിപ്പ് ചെയ്യാതെ കാണും, നല്ല രസമുണ്ട്, നല്ല രസമായിട്ട് തന്നെയാണ് കഥകൾ പോകുന്നത്. എന്തായാലും ഒരു വർഷത്തിനുള്ളിൽ നന്ദുവും അനിയും ഒന്നിക്കുന്നാണ് പറഞ്ഞിരിക്കുന്നത് ജോത്സ്യൻ. അപ്പോൾ കാണാം അല്ലേ. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും എൻ്റെ കഥ, ഞാൻ പറയുന്ന കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഇന്നത്തെ കഥയാണ് കേട്ടോ, ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്യണേ. പിന്നെ അതുപോലെ ഒന്ന് ആ ബെല്ലൈക്കൺ അമർത്തണേ. ഓക്കെ, നിങ്ങളുടെ വിലയേറിയ കമൻസും രേഖപ്പെടുത്തണേ. ഓക്കെ, താങ്ക് യു.